Hi friends, ഇന്ന് നമ്മൾ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ട്യൂട്ടോറിയലിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത മോസ്ഫെറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം ബോർഡിലുള്ള ഓരോ ടൈപ്പ് മോസ്ഫെറ്റും പല ഷേപ്പിലുള്ള മോസ്ഫെറ്റുകളൊക്കെ ഓരോന്നായിട്ട് ആദ്യം ബോർഡിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബോർഡിൽ തന്നെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ ഭാഗം കാണിക്കാം. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് പുറത്ത് റിമൂവ് ചെയ്തെടുത്ത് പുറത്ത് വെച്ചിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ പിൻ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ പിന്നാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് വീഡിയോ അതും കൂടി ചെയ്യാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് നോർമലായിട്ട് വരുന്ന കുറച്ച് മോസ്ഫെറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണാം. എങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഡൗൺ സൈഡ് എങ്ങനെയാണെന്നും പിന്നൊക്കെ എങ്ങനെയാണ് വരുന്നുള്ള ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് മോസ്ഫെറ്റ് റിമൂവ് ചെയ്യാം മദർ ബോർഡിൽ നിന്ന്. മദർ ബോർഡിൽ നിന്ന് കമ്പോണൻസ് റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഹോട്ട് എയർ ഗണ്ണ് പിടിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ്. ഞാനിപ്പോൾ സൈഡിൽ നിന്ന് പിടിക്കുന്നത്. അത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരിക്കലും സൈഡിൽ നിന്ന് ഹോട്ട് എയർ ഗൺ പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹോട്ടും എയറും തൊട്ടടുത്തുള്ള ചെറിയ കമ്പോണൻസൊക്കെ പാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും സൈഡിൽ നിന്ന് പിടിക്കരുത്, മേലിൽ നിന്ന് വേണം പിടിക്കാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ,
ഇതാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത 5 മോസ്ഫെറ്റ്. നോർമലായിട്ട് ലാപ്ടോപ്പിൽ വരുന്ന മോസ്ഫെറ്റാണിത്. ഇതല്ലാത്ത ചെറിയ വ്യത്യാസം ബാക്ക് സൈഡിൽ കാണിക്കുന്ന പിന്നിൽ കാണുന്ന 1-2 മോസ്ഫെറ്റ് കൂടെ ഉണ്ട്, സാംസങ്ങിലും സോണിയിലൊക്കെ വരുന്ന. അപ്പോൾ എൻ്റെ ബോർഡ് ആ സെയിം മദർ ബോർഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ 90-95% വരുന്ന മോസ്ഫെറ്റ് ഈ 5 ടൈപ്പാണ്. ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മോസ്ഫെറ്റ്. ഓക്കെ, സാധാരണ മോസ്ഫെറ്റാണ്. സ്വിച്ചിങ്ങിലും ചാർജിങ്ങിലും എല്ലാ സൈഡിലും വരുന്ന ഒരു ടൈപ്പ് മോസ്ഫെറ്റാണത്. എല്ലാ ലാപ്ടോപ്പിലും വരുന്ന, ഓൾഡ് ലാപ്ടോപ്പ് ആണെങ്കിലും പുതിയ ലാപ്ടോപ്പിലൊക്കെ വരുന്ന ഒരുപോലെ വരുന്ന ഒരു മോസ്ഫെറ്റാണ് ഈ മോസ്ഫെറ്റ്. 4800 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന 4232 4707 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്പറുണ്ട്. ഇപ്പോൾ നമ്പറിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക വേണ്ട, റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് മാത്രം ആലോചിച്ചാൽ മതി നമ്പർ. ഇതിന് 8 ലെഗാണ്. ഇതിൻ്റെ ഫസ്റ്റ് പിന്നിൻ്റെ മുകളിൽ കണ്ടല്ലോ ഒരു ചെറിയ ഡോട്ട്, അതാണ് ഫസ്റ്റ് പിന്ന്. ആദ്യത്തെ 3 പിന്ന് ഷോർട്ടാണ് ഒരേപോലെ. അതേപോലെ 4ാമത്തെ പിന്നെ നമ്മൾ പറഞ്ഞ ഗേറ്റ് 5, 6, 7, 8 എന്ന് പറഞ്ഞത് സെയിം പിന്നാണ്, ഒറ്റ പിന്നാണ്. ഓക്കെ, അടുത്ത ടൈപ്പാണിത്. ഇതും സെയിം ആണ്. ഇവിടെ ഡോട്ട്, അത് കഴിഞ്ഞ് ഫസ്റ്റിലെ 3 പിന്ന് ഒറ്റ പിന്നാണ്. 4ാമത്തത് ഗേറ്റ്, ലാസ്റ്റത്തെ 4 പിന്ന് ഒറ്റ പിന്ന്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഈ 3 പിന്ന് എന്നുള്ളത്? ആദ്യത്തെ 3 പിന്നാണത്. മറ്റേ സൈഡിലുള്ള 4 പിന്നാണ് ഈ വലിയ സൈഡിലുള്ളത്, അതായത് ഡ്രെയിൻ. മറ്റു സോഴ്സാണ് 3 പിന്ന്. ആ ഒറ്റക്ക് കാണുന്നതാണ് ഗേറ്റ്. മിക്ക മോസ്ഫെറ്റിലും ഇങ്ങനെ തന്നെയാണ്. ആദ്യം കാണിച്ച അതിൽ മാത്രം ഇതേപോലെ പുറത്ത് കാണണമെന്നില്ല, അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലത്തിൽ പുറത്തും കാണാം. ഇത് അടുത്തത് സെയിം ആണ്. ഈ ഒരു പാക്കേജ് ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അകത്തൊക്കെ സെയിം ആണ്. ഒക്കെ മോസ്ഫെറ്റ് സെയിം ആണ്. ഇതിൻ്റെയും ഡോട്ട് കഴിഞ്ഞ് ഫസ്റ്റിലെ 3 പിന്ന്, അത് കഴിഞ്ഞ് ഒരു പിന്ന്, പിന്നെ ലാസ്റ്റിൽ 4 പിന്ന്. ഇതിൻ്റെ ബാക്ക് സൈഡ് ലാസ്റ്റിൽ 5, 6, 7, 8 ഡ്രെയിന് പിന്നെ ഷോർട്ടാണ്. പക്ഷേ ഫസ്റ്റിലെ 3 പിന്ന് ഷോർട്ട് ചെയ്തിട്ടില്ല. ആ 3 പിന്നും ഷോർട്ട് തന്നെയാണ്, സെയിം ആണ്, ഒറ്റ പിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ ഷോർട്ട് എന്ന് പറയുന്നത് മോസ്ഫെറ്റ് ഷോർട്ടല്ല. ഈ 3 പിന്നും ഇൻറ്റേർണലി അതിൻ്റെ അകത്ത് ഒറ്റ പിന്നാണ്. അതാണ് ഈ ഷോർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ മോസ്ഫെറ്റ് ഷോർട്ട് എന്ന അർത്ഥം വെക്കരുത് ആരും. അതിൻ്റെ അകത്തുള്ള 3 പിന്നും ഒറ്റ പിന്നാണ് എല്ലാ മോസ്ഫെറ്റിൻ്റെയും. അതേപോലെ ലാസ്റ്റിൽ 4 പിന്ന് ഒറ്റ പിന്നാണ്. ഇത് അടുത്ത ടൈപ്പ്. ഇതിൻ്റെയും ആദ്യത്തെ 3 പിന്ന് ഇവിടെ സെപ്പറേറ്റ് ആയി കാണിക്കുന്നത്, പക്ഷേ ഇൻറ്റേർണലി ഒറ്റ പിന്നാണ്. 4ാമത്തെ ഗേറ്റ്, ലാസ്റ്റ് 4 പിന്നും ഒറ്റ പിന്ന്. ഓക്കെ, ഡ്രെയിൻ. അടുത്തത് ഏറ്റവും ചെറിയ മോസ്ഫെറ്റ്. ഓക്കെ, ഇതും സെയിം ആണ്. ആദ്യത്തെ 3 പിന്ന്, 4ാമത്തെ ഗേറ്റ്, ലാസ്റ്റ് 4 പിന്ന്. ഓക്കെ, സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. സൈസ് വ്യത്യാസമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അതൊക്കെ പറഞ്ഞത്. ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. കാരണം എല്ലാവരും പറയുന്നത് അതേപോലെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ചെയ്യാം, ഏതായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യും, അതിൻ്റെ കൂടെ പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡിൻ്റെ ഈ സർക്യൂട്ട് ഭാഗം കാണിക്കുന്നത്. നമ്മൾ റിമൂവ് ചെയ്ത ICയുടെ ഭാഗമാണിത്. ഇതിന് താഴെ കണ്ടില്ലേ, ആദ്യത്തെ 3 പിന്ന് ഒറ്റ പിന്നായിട്ടാണ്. 4ാമത്തെ ഗേറ്റ് മാത്രം സെപ്പറേറ്റ്. ലാസ്റ്റിലെ 5, 6, 7 ഒറ്റ പിന്നാണ്. എല്ലാ മോസ്ഫെറ്റിനും, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ മോസ്ഫെറ്റിനും ഇതേപോലെ 3 പിന്നേ ഉള്ളൂ. ഗേറ്റ്, ഡ്രെയിൻ, മോസ്ഫെറ്റ്. ഓക്കെ, ആ 3 പിന്നാണ്. പക്ഷേ ഇത് ഹൈ ആംബിയർ ഇതിലൂടെ വരുന്നത് കൊണ്ടാണ് ഈ 3 പിന്നൊക്കെ ഉപയോഗിക്കുന്നത്, 4 പിന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഗേറ്റ് ജസ്റ്റ് പൾസ് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ചെറിയ ഒറ്റ സിംഗിൾ പിന്ന് മതി. ഓക്കെ, അതല്ലാതെ 8 പിന്ന് ഇല്ല മോസ്ഫെറ്റിന്. പിന്നുണ്ട് മോസ്ഫെറ്റിന്, പക്ഷേ എന്താ പറയുക, ആ ഒരു അതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 3 പിന്ന് മാത്രമാണ്. നോർമൽ സാധാ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് 3 പിന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്ത ഒരു ബോർഡിലെ ചെറിയ ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ ഈ ഭാഗമാണ് ഈ കാണുന്നത്, 3 പിന്ന്. നമ്മൾ റിമൂവ് ചെയ്ത മറ്റൊരു മോസ്ഫെറ്റിൻ്റെ ഭാഗമാണിത്, ബോർഡാണിത്. ഡൽഹിയിലെ ഈ ബോർഡിൽ ഇതിലും കണ്ടില്ലേ
സെയിം ആണ്. ആദ്യത്തെ 3 പിന്ന്, അത് കഴിഞ്ഞാൽ 4ാമത്തെ ഗേറ്റ് പിന്ന്, ലാസ്റ്റ് 4 പിന്നും ഒരുമിച്ച്. എല്ലാ മോസ്ഫെറ്റിനും, ലാപ്ടോപ്പിൽ വരുന്ന എല്ലാ മോസ്ഫെറ്റിനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. വളരെ റയറായിട്ട് മാത്രം ചിലതിൽ ഇതേപോലെ കൂടുതൽ പിന്ന് വരുന്നുണ്ട്. അത് നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സോണിയുടെ ഒക്കെ, സാംസങ്ങിൻ്റെ. അതല്ലാതെ നോർമലായിട്ട് വരുന്ന എല്ലാ മോസ്ഫെറ്റിനും ഇത്രയേ ഉള്ളൂ. 8 പിന്നല്ല, 3 പിന്നാണ്. അത് പവർ എന്താ പറയുക, കൂടുതൽ ആംബിയർ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതേപോലെ 8 പിന്ന്. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ 3 പിന്ന് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഏത് മോസ്ഫെറ്റാണ് ചെക്ക് ചെയ്യുന്നത്? 3 പിന്നിലാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത മോസ്ഫെറ്റ് ഇതിലും കണ്ടില്ലേ, സെയിം ആണ്. ആദ്യത്തെ 3 പിന്ന്, അത് കഴിഞ്ഞ് ഗേറ്റ് 4ാമത്തെ പിന്ന്, ലാസ്റ്റിലെ 4 പിന്ന്. എല്ലാ മോസ്ഫെറ്റും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഈ പറഞ്ഞ എല്ലാ മോസ്ഫെറ്റും ചെക്ക് ചെയ്യാൻ പോകുന്നത് 3 പിന്ന് വെച്ചിട്ടാണ്. ആ 3 പിന്ന് വെച്ചിട്ടാണ് എല്ലാ മോസ്ഫെറ്റും ഷോർട്ടാണോ വർക്കിംഗ് ആണൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഈ 3 പിന്ന് കൊണ്ട് മാത്രമാണ്. ഈ 3 പിന്നിൽ എവിടെ, ആദ്യത്തെ 3 പിന്നിൽ എവിടെ വേണം കണക്ട് ചെയ്യാം. അതേപോലെ ലാസ്റ്റിലെ 4 പിന്നിൽ എവിടെ ഏതെങ്കിലും ഒരു പിന്നാണ് ചെക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇനിയും മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ, അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും ചെയ്യാം. എന്ത് ഡൗട്ട് വേണമെങ്കിലും, ഈ മോസ്ഫെറ്റ് പോലത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, നമ്മൾ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡാറ്റാ ഷീറ്റിൽ വരുന്ന ഫോട്ടോ ആണിത്. കണ്ടില്ലേ, ഒരു സൈഡ് 3 ആദ്യത്തെ 3 എസ് ആണ് സോഴ്സ്, 4ാമത്തെ ഗേറ്റ്, ലാസ്റ്റത്തെ 4 ഡ്രെയിന്. അതിൻ്റെ പിന്നെ സ്കമാറ്റിക് ആയിട്ടുള്ള ഫോട്ടോ ആണിത്. ഡ്രെയിന്, ഗേറ്റ്, സോഴ്സ്. അതായത് 3 പിന്നേ ഉള്ളൂ. ഓക്കെ, ഈ 8 പിന്ന് വരുന്നത് ഹൈ ആംബിയറൊക്കെ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ 3 പിന്നിലായിരിക്കും. ഈ 3 ഏത് പിന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ 3 പിന്നിൽ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഓരോ മോസ്ഫെറ്റും. ആദ്യമായിട്ട് മോസ്ഫെറ്റ് ബസർ മോഡിൽ സെലക്ട് ചെയ്യുക. ആദ്യത്തെ മോസ്ഫെറ്റ് 2 സൈഡിലും ഗേറ്റ് പിന്നല്ലാത്ത ഏതെങ്കിലും 2 സൈഡിലെ പിന്ന് ചെക്ക് ചെയ്യുക. ഷോർട്ടാണെങ്കിൽ ബീപ്പ് സൗണ്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാ മോസ്ഫെറ്റിൻ്റെയും 4ാമത്തെ പിന്ന് ഗേറ്റാണ്. അതല്ലാത്ത മറ്റ് രണ്ട് പിന്നോളം ചെക്ക് ചെയ്യണമൊക്കെ, ഓരോ സൈഡിലെയും പിന്നോളം. അടുത്ത മോസ്ഫെറ്റ് ഈ ബീപ്പ് ഇതിൻ്റെ 5, 6, 7, 8 പിന്ന്. ഇത് ഒറ്റ പിന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബീപ്പാണ് കേട്ടോ. അല്ല മോസ്ഫെറ്റ് ഷോർട്ടല്ല, ഇത് ഒറ്റ പിന്നാണ് കാണിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ ചെക്ക് ചെയ്തത്. ഗേറ്റ് അല്ലാത്ത 2 സൈഡിലെ പിന്ന് ചെക്ക് ചെയ്യണം, ഷോർട്ടില്ല. അടുത്ത മോസ്ഫെറ്റ് ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ടല്ല, ഒരു സൈഡിലൊരു പിന്ന്, മറ്റേ സൈഡിലെ 3 ഗേറ്റ് ഇല്ലാത്ത 3 പിന്നിൽ ഏതെങ്കിലും ഒരു പിന്ന്. ഓക്കെ, ഇത്ര ചെക്ക് ചെയ്യേണ്ടുള്ളൂ. അടുത്തതും സെയിം, ഒരു സൈഡിൽ 1, മറ്റേ സൈഡിൽ ഈ 3 ഏതെങ്കിലും 1. ഓക്കെ, ഈ 3 ഏതും ആകാം, ഗേറ്റ് അല്ലാത്ത ഏതും ആകാം. ഇതും ഷോർട്ടല്ല. ലാസ്റ്റ് ഏറ്റവും ചെറിയ മോസ്ഫെറ്റ്, ഇതും സെയിം തന്നെ, ഒരു സൈഡിലൊരു പിന്ന്, മറ്റേ സൈഡിൽ ആ 3 ഏതെങ്കിലും 1. ഇതിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് റെഡ്, ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും കുഴപ്പമില്ല. എന്താണെങ്കിലും ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ബീപ്പ് സൗണ്ട് വരും. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത ഒരൊറ്റ മോസ്ഫെറ്റും ഷോർട്ടല്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും മോസ്ഫെറ്റ് ഈ 2 പിന്ന് തമ്മിൽ ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ബീപ്പ് സൗണ്ട് വരും. ഓക്കെ, ഷോർട്ടല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് മോസ്ഫെറ്റ് ഷോർട്ട് ചെക്ക് ചെയ്യുന്നത്. ലാപ്ടോപ്പിലെ മിക്ക മോസ്ഫെറ്റും ഷോർട്ട് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ മോസ്ഫെറ്റ് ഓപ്പൺ ആകാറുണ്ട്, അത് നമുക്ക് വേറൊരു ഭാഗത്ത് പറയാം. കാരണം
എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഏറ്റവും എളുപ്പം. 95% ഷോർട്ടാകാറേ ഉള്ളൂ ലാപ്ടോപ്പിൽ. ഇനി വേറൊരു ഷോർട്ടും കൊണ്ട് അതും കൂടെ പറയാം. മുമ്പ് ചെയ്ത അത് തന്നെയാണ്, ഒന്ന് മോസ്ഫെറ്റ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് മാത്രം. ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് അല്ലാത്ത 2 പിന്ന് തമ്മിൽ മൾട്ടിമീറ്റർ ബസറിലിട്ട് ചെക്ക് ചെയ്യുക. ബീപ്പ് സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റ് ഷോർട്ടാണ്. ബീപ്പ് സൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് രണ്ടും തമ്മിൽ ഷോർട്ടില്ല. ഗേറ്റ് ചെക്ക് ചെയ്യുന്നതും ഗേറ്റും ഈ പിന്നും തമ്മിൽ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇത് മദർ ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതും. മദർ ബോർഡിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഷോർട്ടായി കഴിഞ്ഞാൽ മദർ ബോർഡ് മൊത്തം ഷോർട്ട് കാണിക്കും, കപ്പാസിറ്റർ ഷോർട്ട് കാണിക്കും, ബോർഡ് കംപ്ലീറ്റ് ഷോർട്ട് കാണിക്കും. എന്നാൽ ചില ഭാഗങ്ങളിൽ മോസ്ഫെറ്റ് ഷോർട്ടായി കഴിഞ്ഞാൽ ആ മോസ്ഫെറ്റ് മാത്രമേ ഷോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അതായത് ഗേറ്റ് ചെക്ക് ചെയ്യുന്നതും ഗേറ്റ് ഷോർട്ട് ഉണ്ടോ ചെക്ക് ചെയ്യുന്നതും മദർ ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതും 2 വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം. ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ വീഡിയോ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഭാഗം മനസ്സിലാകാത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത 2 വീഡിയോയിൽ എന്തായാലും നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ഓക്കെ, വീഡിയോയിൽ ഈ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് കാരണം ഓഡിയോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം മൾട്ടിമീറ്റർ വീഡിയോയിൽ ക്യാമറയിൽ കാണിച്ചിട്ടുള്ളത് ബസർ സൗണ്ട്, അതായത് ബസർ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഷോർട്ടാണോ ഇല്ലെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മാക്സിമം മൾട്ടിമീറ്റർ ക്യാമറയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ മോസ്ഫെറ്റ് ചെക്ക് ചെയ്തത് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും വീണ്ടും ചെയ്യാം. ഓക്കെ, വിട്ടുപോയ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒരു കാരണവശാലും ലാപ്ടോപ്പിലെ മോസ്ഫെറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് പവർ ഓൺ ചെയ്യരുത്. ഓക്കെ, ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് മോസ്ഫെറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് പവർ മോസ്ഫെറ്റ് ഷോർട്ട് ആണെങ്കിലും അല്ലെങ്കിലും തിരിച്ചിടണം മദർ ബോർഡിലേക്ക്. എന്നിട്ട് മാത്രമേ വീണ്ടും പവർ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും മോസ്ഫെറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് മദർ ബോർഡിൽ പവർ കൊടുക്കരുത്, ഒരു കാരണവശാലും. ഓക്കെ, ഇത് ഞാൻ വിട്ടുപോയി, അടുത്ത വീഡിയോയിലും പറയാം. വീഡിയോ ആരെങ്കിലും ഈ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ബൈ.